Welcome to Technical Education Series program on electronic devices and circuits. This is the 8th session of the program. In this section, we are discussing on part 2 of module 2, tuned amplifiers. Today, we will cover the topics parallel resonance circuits, bandwidth of resonance circuits, and the single tuned voltage amplifier. Parallel resonance circuit. Voltage source in the ഒരു ഇൻഡക്ടറും കപ്പാസിറ്ററും സമാന്തരമായി ഘടിപ്പിച്ച രീതിയിലാണ് പാരലൽ റെസൊണൻസ് സർക്യൂട്ട്. ഈ സർക്യൂട്ടിൽ ലൈൻ കറണ്ട് IL, IC എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളായി ഇൻഡക്ടർ വഴിയും കപ്പാസിറ്റർ വഴിയും പ്രവഹിക്കുന്നതാണ്. A parallel resonance circuit consists of an inductor L in parallel with a capacitor C as shown in figure. In this circuit, current delivered by the source split into two branches as IL through inductor and IC through capacitor. Here, IL is equal to Vs by XL, which lags 90 degree with Vs. IC is equal to Vs by XC, which leads 90 degree with Vs. പരസ്പരം വിപരീത ഫേസിലുള്ള ഈ രണ്ട് ബ്രാഞ്ച് കറണ്ടുകളും തമ്മിൽ പൂർണ്ണമായോ ഭാഗികമായോ ക്യാൻസലേഷൻ നടക്കുന്നതും ലൈൻ കറണ്ടിന്റെ നെറ്റ് മൂല്യം ഇവ തമ്മിലുള്ള വ്യത്യാസത്തിന് തുല്യമായിരിക്കുകയും ചെയ്യും. Since these two currents are of opposite phases, partial or complete cancellation will take place in the line current I. Then net line current is equal to IL minus IC. ഇവിടെ സോഴ്സ് ഫ്രീക്വൻസി റെസൊണന്റ് ഫ്രീക്വൻസിയേക്കാൾ കുറവായിരിക്കുമ്പോൾ XL XCയേക്കാൾ കുറവായിരിക്കുന്നതും IL ICയേക്കാൾ കൂടുതലായിരിക്കുന്നതുമാണ്. ഈ അവസ്ഥയിൽ സർക്യൂട്ട് ഇൻഡക്റ്റീവായി പ്രവർത്തിക്കുന്നതാണ്. എന്നാൽ സോഴ്സ് ഫ്രീക്വൻസി റെസൊണന്റ് ഫ്രീക്വൻസിയേക്കാൾ കൂടുതലായിരിക്കുമ്പോൾ XC XLനേക്കാൾ കുറവായിരിക്കുന്നതും IC ILനേക്കാൾ കൂടുതലായിരിക്കുന്നതുമാണ്. ഈ അവസ്ഥയിൽ സർക്യൂട്ട് പ്രവർത്തനം കപ്പാസിറ്റീവ് ആയിരിക്കും. സോഴ്സ് ഫ്രീക്വൻസി റെസൊണൻസ് ഫ്രീക്വൻസിക്ക് തുല്യമാവുന്ന റെസൊണൻസ് സ്റ്റേറ്റിൽ XCയും XLും തുല്യമായി വരുന്നതും കപ്പാസിറ്റർ വഴിയും ഇൻഡക്ടർ വഴിയും തുല്യ അളവിൽ കറണ്ട് പ്രവഹിക്കുന്നതും വിപരീത ഫേസിലുള്ള ഇവ തമ്മിൽ പൂർണ്ണമായും ക്യാൻസലേഷൻ നടക്കുകയും ലൈൻ കറണ്ടിന്റെ ഫലത്തിലുള്ള മൂല്യം 0 അവസ്ഥയിൽ എത്തുന്നതുമാണ്. ഈ സമയം പാരലൽ റെസൊണൻസ് സർക്യൂട്ട് ഒരു ഇൻഫിനിറ്റീവ് ഇംപിഡൻസ് ഉള്ള ഓപ്പൺ സർക്യൂട്ടായി വർത്തിക്കുന്നു എന്ന് പറയാം. പക്ഷേ ഇങ്ങനെ സംഭവിക്കുന്നത് ഒരു ഐഡിയൽ പാരലൽ സർക്യൂട്ടിൽ മാത്രമായിരിക്കും. എന്നാൽ പ്രായോഗിക സർക്യൂട്ടിൽ ഇൻഡക്ടർ റെസിസ്റ്റൻസ് കാരണം ഒരു നേരിയ കറണ്ട് പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നതായിരിക്കും. ഈ കറണ്ട് വോൾട്ടേജിന് ഇൻ ഫേസിലായിരിക്കും. ഇവിടെ റെസൊണൻസ് സമയം പാരലൽ റെസൊണൻസ് സർക്യൂട്ടിന്റെ ഇംപിഡൻസ് പരമാവധി അളവിലായിരിക്കും. For frequencies below resonant frequency FR, XL will be less than XC. Then IL becomes greater than IC and the circuit acts inductive. For the frequencies above resonance, XC will be less than XL. Then IC becomes greater than IL and the circuit acts capacitive. But at resonance, XL is equal to XC and IL is equal to IC. Since IL and IC are opposite in phase, they cancel each other, resulting in 0 line current. At resonance, an ideal parallel resonance circuit acts as open circuit with infinite impedance to the line current. But in case of practical circuits, due to the resistance of the inductor coil, a minimum current will flow through the coil
in phase to the voltage. Hence, at resonance, the impedance Zp of the parallel resonance circuit is maximum. That is equal to Xc into XL divided by Zs. ഇവിടെ Zs എന്നത് റെസൊണൻസ് സമയം സർക്യൂട്ട് റെസിസ്റ്റൻസിന് തുല്യമായിരിക്കും. ഒരു പാരലൽ റെസൊണൻസ് സർക്യൂട്ടിൽ സോഴ്സ് ഫ്രീക്വൻസിക്ക് അനുസരിച്ച് സർക്യൂട്ട് ഇംപിഡൻസിൽ ഉണ്ടാവുന്ന വ്യതിയാനത്തെ സൂചിപ്പിക്കുന്ന ഗ്രാഫ് ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിൽ സർക്യൂട്ട് ഇംപിഡൻസ് പരമാവധി ലഭ്യമാകുന്നത് സോഴ്സ് ഫ്രീക്വൻസി റെസൊണൻസ് ഫ്രീക്വൻസിക്ക് തുല്യമാകുമ്പോഴാണ്. എന്നാൽ സോഴ്സ് ഫ്രീക്വൻസി റെസൊണൻസ് ഫ്രീക്വൻസിയേക്കാൾ കൂടുന്ന സമയത്തും കുറയുന്ന സമയത്തും ഇംപിഡൻസ് മൂല്യം കുറയുന്നതായിട്ട് കാണാം. ഇവിടെ റെസൊണൻസ് സർക്യൂട്ടിൽ ലഭ്യമാവുന്ന പരമാവധി ഇംപിഡൻസ് മൂല്യം L/CR എന്ന് കാണിച്ചിരിക്കുന്നു. ഇതെങ്ങനെ ലഭിച്ചു എന്ന് നോക്കാം. പാരലൽ റെസൊണൻസ് സർക്യൂട്ട് ഇംപിഡൻസ് കണക്കാക്കുന്നതിനുള്ള എക്സ്പ്രഷൻ Xc into XL divided by Zs എന്നതാണ്. ഇവിടെ റെസൊണൻസ് സമയത്ത് XL Xc തുല്യമായിരിക്കുകയും എന്നാൽ Zs എന്നുള്ളത് സർക്യൂട്ട് റെസിസ്റ്റൻസിന് തുല്യമായിരിക്കും. ഇതിന്റെ അടിസ്ഥാനത്തിൽ റെസൊണൻസ് ഫ്രീക്വൻസി സമയത്ത് സർക്യൂട്ട് ഇംപിഡൻസ് എന്നത് Xc into XL divided by R എന്നായിരിക്കും. That is equal to 1/2 pi FRC into 2 pi FRL divided by R. ഇവിടെ FR എന്നത് റെസൊണൻസ് ഫ്രീക്വൻസി ആയിരിക്കും. That is equal to L/CR. ഇനി പാരലൽ റെസൊണൻസ് സർക്യൂട്ടിൽ റെസൊണൻസ് സമയത്തുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. In parallel resonance circuit at resonance, inductive reactance equals to capacitive reactance, that is XL is equal to Xc. Circuit impedance will be maximum and resistive, that is Zp is equal to L/RC maximum. Current through the circuit will be minimum and in phase to the applied voltage, that is I is equal to Vs divided by Zp minimum. Resonance frequency FR is equal to 1/2 pi root LC. ഇവിടെ പറഞ്ഞിരിക്കുന്ന മാക്സിമം ഇംപിഡൻസ് അതേസമയം മിനിമം കറണ്ട് എന്ന കണ്ടീഷനാണ് പാരലൽ റെസൊണൻസ് സർക്യൂട്ടിനെ ഒരു പ്രത്യേക ഫ്രീക്വൻസി സിഗ്നൽ സെലക്ട് ചെയ്യുന്നതിന് പ്രാപ്തമാക്കുന്നത്. The condition of maximum impedance and minimum current at resonance will make the parallel resonance circuit able to respond to a particular frequency. ഇനി പാരലൽ റെസൊണൻസ് സർക്യൂട്ടിന്റെ ക്വാളിറ്റി ഫാക്ടർ എങ്ങനെയാണെന്ന് നോക്കാം. As in the case of series resonance circuit, in parallel resonance circuit also, quality factor is the ratio of inductive reactance of the coil to its resistance. That is Q is equal to XL divided by R, that is equal to 2 pi FL by R. Bandwidth of resonance circuit. ഒരു റെസൊണൻസ് സർക്യൂട്ടിൽ നിന്നും അതിന്റെ റെസൊണൻസ് ഫ്രീക്വൻസി സിഗ്നലിന് നൽകുന്ന പരമാവധി റെസ്പോൺസിന്റെ 70.7% അഥവാ 3 dBയോ അതിൽ കൂടുതലോ റെസ്പോൺസ് നൽകുന്ന ഫ്രീക്വൻസി റേഞ്ചിനെയാണ് റെസൊണൻസ് സർക്യൂട്ടിന്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഇതിനെ പാസ് ബാൻഡ് എന്നും പറയാവുന്നതാണ്. The bandwidth of a resonance circuit is the range of frequency over which the resonance circuit gives the same or more than 70.7% or 3 dB response at the resonant frequency. This band is also called the pass band of the circuit. ഇവിടെ റെസ്പോൺസ് കണക്കാക്കുന്നത് സീരീസ് റെസൊണൻസ് സർക്യൂട്ടിൽ ലൈൻ കറന്റ് IL അടിസ്ഥാനത്തിലും പാരലൽ റെസൊണൻസ് സർക്യൂട്ടിൽ സർക്യൂട്ട് ഇംപിഡൻസ് ZP അടിസ്ഥാനത്തിലുമാണ്. In case of series resonance circuit,
the response can be seen in terms of the line current IL, and for parallel resonance circuit it is in terms of circuit impedance ZP. ഇവിടെ ബാൻഡ്വിഡ്ത്തിന്റെ പകുതി ഭാഗം റെസൊണന്റ് ഫ്രീക്വൻസി സിഗ്നലിന്റെ താഴെ FL മുതൽ FR വരെയും പകുതി ഭാഗം റെസൊണന്റ് ഫ്രീക്വൻസി സിഗ്നലിന്റെ മുകളിലായി FR മുതൽ FH വരെയുള്ള ഭാഗവുമായിരിക്കും. Here one half of bandwidth lies above the resonant frequency, that is FR to FH, and other half lies below the resonant frequency, that is F to FL. Next, relation between FRQ and delta F. യഥാർത്ഥത്തിൽ ഒരു റെസൊണൻസ് സർക്യൂട്ടിന്റെ ബാൻഡ്വിഡ്ത്ത് തീരുമാനിക്കുന്നത് ആ സർക്യൂട്ടിന്റെ ക്യൂ ഫാക്ടർ എന്ന നിലയിൽ ക്യൂ ഫാക്ടറിന്റെയും റെസൊണന്റ് ഫ്രീക്വൻസിയുടെയും അടിസ്ഥാനത്തിൽ ബാൻഡ്വിഡ്ത്ത് പ്രസ്താവിക്കാവുന്നതാണ്. വിത്ത് റെസ്പെക്ട് ടു എ റെസൊണൻസ് സർക്യൂട്ട്, Q of the circuit is actual determining factor of the bandwidth. Therefore, bandwidth delta F of a resonant circuit can also be found in terms of resonant frequency FR and quality factor Q of the circuit. That is, bandwidth delta F is equal to FR by Q. From the above expression, it can be seen that the higher the Q, smaller is the bandwidth and vice versa. Single tuned voltage amplifier. ആംപ്ലിഫയറിന്റെ ഒരു സ്റ്റേജിൽ ഒരു പാരലൽ ട്യൂൺ സർക്യൂട്ട് ഉപയോഗിക്കുന്നതും എല്ലാ സ്റ്റേജിലെയും ട്യൂൺ സർക്യൂട്ടുകൾ ഒരേ ഫ്രീക്വൻസിയിൽ ട്യൂൺ ചെയ്തിരിക്കുന്നതുമായ ആംപ്ലിഫയറുകളെയാണ് സിംഗിൾ ട്യൂൺഡ് വോൾട്ടേജ് ആംപ്ലിഫയർ എന്ന് പറയുന്നത്. Amplifiers using one parallel tuned circuit in each stage, and the tuned circuits at different stages are tuned to the same frequency, are called single tuned voltage amplifiers. ഒരു സിംഗിൾ ട്യൂൺഡ് വോൾട്ടേജ് ആംപ്ലിഫയർ സ്റ്റേജിന്റെ സർക്യൂട്ട് ഡയഗ്രാം ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ സർക്യൂട്ടിൽ കളക്ടർ റെസിസ്റ്റർ RCക്ക് പകരമായി കപ്പാസിറ്റർ C, ഇൻഡക്ടർ L എന്നിവ ഉപയോഗിച്ചുള്ള ഒരു സമാന്തര ട്യൂൺ സർക്യൂട്ടാണ് ലോഡായി ഉപയോഗിച്ചിരിക്കുന്നത്. ട്യൂൺ സർക്യൂട്ടിന്റെ റെസൊണന്റ് ഫ്രീക്വൻസി ആംപ്ലിഫൈ ചെയ്യേണ്ട സിഗ്നൽ ഫ്രീക്വൻസിക്ക് തുല്യമാകത്തക്ക വിധമാണ് ഇൻഡക്ടർ, കപ്പാസിറ്റർ എന്നിവയുടെ മൂല്യങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത്. In this circuit, the collector resistor RC is replaced by a parallel tuned circuit consisting of L and C. The value of L and C are so selected that its resonant frequency is equal to the frequency of the signal to be amplified. ഇവിടെ ഇൻപുട്ട് നൽകുന്ന സിഗ്നൽ ഫ്രീക്വൻസി റെസൊണന്റ് സർക്യൂട്ടിന്റെ റെസൊണന്റ് ഫ്രീക്വൻസിക്ക് തുല്യമായി വരുമ്പോൾ റെസൊണന്റ് സർക്യൂട്ടിന്റെ ഇംപിഡൻസ് പരമാവധി മൂല്യത്തിലെത്തുകയും ഏറ്റവും കൂടുതൽ ഔട്ട്പുട്ട് സിഗ്നൽ ലഭ്യമാവുകയും ചെയ്യും. എന്നാൽ ഇൻപുട്ട് ഭാഗത്ത് വ്യത്യസ്ത ഫ്രീക്വൻസിയിലുള്ള സിഗ്നലുകൾ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ അവയിൽ നിന്നും റെസൊണന്റ് ഫ്രീക്വൻസിക്ക് തുല്യമായതും അതിനോട് ചേർന്ന് നിൽക്കുന്നതുമായ സിഗ്നലുകളെ മാത്രം തിരഞ്ഞെടുത്ത് ആംപ്ലിഫിക്കേഷൻ നൽകുകയും മറ്റുള്ള സിഗ്നലുകളെ ഒഴിവാക്കുന്നതുമായിരിക്കും. When the frequency of the input signal becomes equals to the resonant frequency of the tuned circuit, the impedance of the resonant circuit is maximum and a large signal appears across the output terminal. If the input signal is a complex of wave consisting of many frequencies, then amplifier will select and amplify strongly only those frequencies equal and close to its resonant frequency. The other frequencies will be rejected. Thus, the desired signal is selected and amplified by the tuned amplifier. Voltage gain. ഒരു ട്യൂൺഡ് വോൾട്ടേജ് ആംപ്ലിഫയറിന്റെ വോൾട്ടേജ് ഗെയിൻ എങ്ങനെ കണക്കാക്കാം എന്ന് നോക്കാം.
The voltage gain of a single tuned amplifier is given by the relation AV is equal to beta into RAC by RI. ഇവിടെ ബീറ്റ എന്നുള്ളത് ട്രാൻസിസ്റ്ററിന്റെ കറണ്ട് ഗെയിൻ ആണ്. RAC എന്നുള്ളത് ZP ദി ഇംപിഡൻസ് ഓഫ് ദി ട്യൂൺ സർക്യൂട്ട്. നാം നേരത്തെ കണ്ടതുപോലെ ഇറ്റ് ഈസ് ഈക്വൽ ടു L by CR. RI എന്നത് ഇൻപുട്ട് റെസിസ്റ്റൻസ് ഓഫ് ദി ട്രാൻസിസ്റ്റർ. അതുകൊണ്ട് ട്യൂൺഡ് വോൾട്ടേജ് ആംപ്ലിഫയറിന്റെ ഗെയിൻ AV ഈസ് ഈക്വൽ ടു ബീറ്റ ഇൻറ്റു L by CR ഡിവൈഡഡ് ബൈ RI എന്ന് കാണാവുന്നതാണ്. ഇനി ഫ്രീക്വൻസി റെസ്പോൺസ്. ഒരു സിംഗിൾ ട്യൂൺ വോൾട്ടേജ് ആംപ്ലിഫയറിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ് ഗ്രാഫ് ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സിംഗിൾ ട്യൂൺഡ് വോൾട്ടേജ് ആംപ്ലിഫയറിൽ ഉപയോഗിക്കുന്ന പാരലൽ റെസൊണൻസ് സർക്യൂട്ടിന്റെ ഇംപിഡൻസ് പരമാവധി മൂല്യത്തിൽ എത്തുന്നത് റെസൊണൻസ് ഫ്രീക്വൻസി സമയത്തായത് കാരണം ട്യൂൺഡ് വോൾട്ടേജ് ആംപ്ലിഫയറിൽ നിന്നും മാക്സിമം ഗെയിൻ ലഭ്യമാകുന്നത് റെസൊണൻസ് ഫ്രീക്വൻസിക്ക് തുല്യമായുള്ള സിഗ്നലുകൾക്ക് മാത്രമാണ്. എന്നാൽ സിഗ്നൽ ഫ്രീക്വൻസി ട്യൂൺ ഫ്രീക്വൻസിയിൽ നിന്നും കൂടുമ്പോഴും കുറയുമ്പോഴും ഗെയിൻ കുറയുന്നതായിട്ട് കാണാവുന്നതാണ്. As the impedance of the resonance circuit is maximum at the resonant frequency, the voltage gain will also be maximum at the resonant frequency. And the gain decreases when the frequency varies on either sides of the resonant frequency. Advantages of tuned voltage amplifiers. Tuned voltage ആംപ്ലിഫയറുകളിൽ റിയാക്റ്റീവ് കമ്പോണൻസ് ആയ ഇൻഡക്ടറും കപ്പാസിറ്ററും ഉപയോഗിക്കുന്നത് കാരണം ഇതിലെ പവർ ലോസ് കുറവായിരിക്കും. The usage of reactive components like L and C minimizes the power loss. റെസൊണൻസ് സർക്യൂട്ട് ലോഡായി ഉപയോഗിക്കുന്നത് കാരണം ആംപ്ലിഫയറിന് ഒരു പ്രത്യേക ഫ്രീക്വൻസിയെ സെലക്ട് ചെയ്ത് ആംപ്ലിഫൈ ചെയ്യാനുള്ള സെലക്ടിവിറ്റി കൂടുതലായിരിക്കും. As it uses tuned circuit as load, it offers high selectivity. ട്യൂൺഡ് സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന ഇൻഡക്ടറിന്റെ റെസിസ്റ്റൻസ് വളരെ കുറവായത് കാരണം ഇവിടെ വളരെ കുറഞ്ഞ VCC ഉപയോഗിച്ചാൽ മതിയാവുന്നതാണ്. Because of the small value of resistance in the tuned circuit, it requires only small collector supply voltage. Any disadvantages of tuned voltage amplifiers? ട്യൂൺഡ് വോൾട്ടേജ് ആംപ്ലിഫയറിൽ ഉപയോഗിക്കുന്ന എല്ലാ ട്യൂൺ സർക്യൂട്ടുകളും ഒരേ ഫ്രീക്വൻസിയിൽ ട്യൂൺ ചെയ്തിരിക്കുന്നത് കാരണം ഇതിന്റെ ബാൻഡ് വിഡ്ത്ത് വളരെ കുറവായിരിക്കും. Since the different tune circuit used in single tuned amplifiers are tuned to the same frequency, the bandwidth will be very narrow. അടുത്തത് applications of tuned amplifiers. Tuned voltage ആംപ്ലിഫയർ ഉപയോഗിക്കുന്നത് റേഡിയോ, TV തുടങ്ങിയ കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങളിൽ RF ആംപ്ലിഫയർ സ്റ്റേജുകളിലാണ്. Single tuned voltage amplifiers are used as RF amplifiers in communication systems such as radio, TV, etc. Let us stop this session here and we will see the main points we discussed in this session. Today we have been discussing on parallel resonance circuit. A parallel resonance circuit consists of an inductor L in parallel with a capacitor C. Impedance of the parallel tuned circuit ZP is equal to XC into XL divided by ZS. In parallel resonance circuit at resonance, inductive reactance equals to capacitive reactance, that is XL is equal to XC. Circuit impedance will be maximum and resistive, that is ZP is equal to L by RC maximum. Current through the circuit will be minimum and in phase to the applied voltage, that is I is equal to Vs by Zp minimum. Resonant frequency Fr is equal to 1 by 2 pi root LC. The condition
of maximum impedance and minimum current at resonance will make the parallel resonance circuit able to respond to a particular frequency. The bandwidth of the resonance circuit is the range of the frequency over which resonance circuit gives the same or more than 70.7% or 3 dB response at the resonant frequency. This band is also called the passband of the circuit. The relation between resonant frequency Fr, quality factor Q, and bandwidth delta F can be expressed as delta F is equal to Fr by Q. Next, we have been discussing on single-tuned voltage amplifiers. Amplifiers using one parallel tuned circuit in each stage, and the tuned circuits at different stages are tuned to the same frequency are called single-tuned voltage amplifiers. In this circuit, the collector resistor RC is replaced by a parallel tuned circuit consisting of L and C. The gain of the tuned amplifier can be expressed as AV is equal to beta into L by CR divided by RI. Applications. Single-tuned voltage amplifiers are used as RF amplifiers in communication systems such as radio, TV, radar, etc. ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത സെഷന് വേണ്ടി കാത്തിരിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.